ആത്മാഭിമാനത്തിന്റെ വിജയഭേരി മുഴക്കിയ ഐതിഹാസിക യുദ്ധവിജയത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ മറക്കാനാവാത്ത ഒരു പേരാണ് തൃശൂർ ചാവക്കാട് സ്വദേശിയായ ബ്രിഗേഡിയർ എൻ.എ. സുബ്രഹ്മണ്യൻ്റേത്. കാർഗിൽ യുദ്ധ വിജയത്തിന്റെ സുപ്രധാന നീക്കമായ ബാറ്റിൽ ഫോർ ഗൺ ഹില്ലിന് വേണ്ട ഫയർ പ്ലാൻ തയ്യാറാക്കിയത് എൻ.എ. സുബ്രഹ്മണ്യനായിരുന്നു. രണ്ടര മാസം നീണ്ടുനിന്ന കാർഗിൽ യുദ്ധത്തിൽ 527 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. പാകിസ്ഥാനുമായുണ്ടായ യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയം ഭാരതത്തിനായിരുന്നു. ഈ ഓർമ്മകളിലാണ് രാജ്യം എല്ലാ വർഷവും കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നത്. കശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുക, ലഡാക്കിനെയും സിയാച്ചിനെയും വെട്ടിമുറിക്കുക എന്നതായിരുന്നു കാർഗിലിലെ പാക് ലക്ഷ്യം. നുഴഞ്ഞുകയറ്റക്കാരുടെ വേഷത്തിൽ ഇന്ത്യൻ സേനയുടെ പോസ്റ്റുകളിലേക്ക് എത്തിയ പാക് സൈന്യത്തിന്റെ നീക്കം ദ്രാസ് പ്രദേശത്ത് യാക്കിനെ മേയ്ക്കുന്ന ഇടയന്മാർ തിരിച്ചറിഞ്ഞതോടെയാണ് ഇന്ത്യൻ സൈന്യത്തിന് വേഗത്തിൽ ഇടപെടാനായത്. 16,000 അടി ഉയരത്തിലെ മലമുകളിൽ തമ്പടിച്ച പാക് സൈന്യത്തിനെ തുരത്താനായിരുന്നു പിന്നീട് ലോകം അംഗീകരിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ഫയർ പ്ലാൻ. കാർഗിൽ വിജയത്തിന്റെ 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ യുദ്ധത്തിന്റെ ഓർമ്മകൾ ചാവക്കാട്ടെ വീട്ടിലിരുന്നു കൊണ്ട് ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ പങ്കുവെക്കുന്നത് അന്നത്തെ അതേ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ്. 25 വർഷം മുമ്പാണ് കാർഗിൽ യുദ്ധം നടന്നത്. അപ്പോൾ അന്ന് ഞാൻ 315 ഫീൽഡ് റെജിമെൻറ്റിൻ്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്നു. എൻ്റെ റെജിമെൻറ്റ് യുദ്ധത്തിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എൻ്റെ റെജിമെൻറ്റ് ഒരുതരം റെക്കോർഡാണ്. 30,200ഓളം ആർട്ടിലറി റൗണ്ട്സ് ഞങ്ങൾ ഫയർ ചെയ്തു. എൻ്റെ റെജിമെൻറ്റിൽ നിന്ന് ഒരു ഓഫീസറും 6 ജവാന്മാരും വീരമൃത്യു. റെജിമെൻറ്റിന് അംഗീകാരമായിട്ട് ഒരുപാട് അവാർഡുകൾ കിട്ടി. അതിൽ ഒരു വീർചക്രയുണ്ട്. എനിക്ക് യുദ്ധ് സേവാ മെഡൽ അവാർഡ് കിട്ടിയിരുന്നു. കൂടെയുണ്ടായിരുന്ന സൈനികരുടെ ജീവത്യാഗം കണ്ണീരോടെ ഓർത്ത ദിനങ്ങൾ. സന്തോഷമല്ല, അവിടെ എല്ലാവരും കരയുന്നു. കാരണം അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഞാനൊക്കെ, കാരണം എനിക്ക് എന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് എൻ്റെ ഒരു ഓഫീസ് സാക്രിഫൈസായി, 6-7 ജവാന്മാർ. അപ്പോൾ അവരെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. യുദ്ധം വിജയിച്ചു, നമ്മളെല്ലാം നന്നായിട്ട് ചെയ്തു, ഇത്രയായി. പക്ഷേ കാരണം ഞാനാണ് അവരുടെ ഉത്തരവാദി, ഞാൻ അവരുടെ കമാൻഡിങ് ഓഫീസറാണ്. അവരെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്തോ ആവട്ടെ, സാഹചര്യം എന്തോ ആവട്ടെ, പക്ഷെ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ സന്തോഷത്തെക്കാൾ കൂടുതൽ ആ നേരത്ത് നമുക്ക് വിഷമമായിരുന്നു വാസ്തവത്തിൽ. ആ വിഷമം ഇന്നും കൊണ്ടുനടക്കും. യുദ്ധത്തിലെ സ്തുത്യർഹമായ സേവനത്തിന് സുബ്രഹ്മണ്യന് രാഷ്ട്രപതിയുടെ വീർസേവാ മെഡലും അദ്ദേഹത്തിന്റെ റെജിമെന്റിന് ബാറ്റിൽ ഹോണർ കാർഗിൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. സൈനിക സേവനത്തിനായി കൂടുതൽ യുവാക്കൾ സ്വയം തയ്യാറാകണമെന്ന അഭിപ്രായമാണ് ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ സമൂഹത്തോട് പങ്കുവയ്ക്കുന്നത്. ജനം, തൃശൂർ.